നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മൂർത്തി മുത്തശ്ശനൊരു തീരുമാനം എടുത്തു. ഇനിയും നയനയുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് തന്നെ നയനയോട് കാര്യങ്ങളൊക്കെ പറയണം. കാരണം ഇനി ഒരു പക്ഷേങ്കില് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നയന മോൾക്ക് സങ്കടമാവും. അപ്പം നയന പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അത് ചിലപ്പോൾ നയനയുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്യും. ഒരു പക്ഷേങ്കിൽ മുമ്പുണ്ടായതുപോലെ വല്ല തറക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പാടില്ല. അവളെങ്കിലും സത്യം അറിയണം എന്നൊക്കെ ഒരു ചിന്ത മുത്തശ്ശന്റെ മനസ്സിലുണ്ടായി. അങ്ങനെ മുത്തശ്ശൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയുടെ വരവ്. അനി വന്നിട്ട് മുത്തശ്ശനോട് ജ്വല്ലറിയിലെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് മുത്തശ്ശൻ അനിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇത്രയും ദിവസം നീ എങ്ങനെയാ പോയതാ അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്റെ അഭിപ്രായം ഒന്നും ചോദിക്കേണ്ടില്ലെന്ന് പറഞ്ഞു. അല്ല മുത്തശ്ശ, എനിക്ക് ഇപ്പൊ എല്ലാ കാര്യത്തിനും വേണം സഹായമൊക്കെ ചെയ്തിരുന്ന ആദർശേട്ടനും അതുപോലെ തന്നെ നയനടുത്തിയുമാണ്. അപ്പൊ എന്റെ ഈ വിജയത്തിന് പിന്നിലും അവര് തന്നെയാണ്. അവര് കാരണമാണ് എനിക്ക് ഈ വിജയം കൈവരിക്കാൻ പറ്റിയത്. അപ്പൊ ഇനി മുന്നോട്ടുള്ള എന്റെ യാത്രയിലും അവരെന്നോടൊപ്പം ഉണ്ടായിരിക്കണം. അത് കേട്ടിരിക്കുമ്പോ മുത്തശ്ശൻ പറഞ്ഞു, നിന്നോട് ഞാൻ ഇതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ, നീയാണ് കമ്പനിയുടെ MD. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ്, ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് നിനക്കുള്ളതാണ്. ഇനി കമ്പനിയിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിനക്ക് തന്നെയായിരിക്കും, അല്ലാതെ മറ്റാർക്കും അല്ല. പറഞ്ഞത് കേട്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പൊ ആദർശിനെ നയനെ കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല. അപ്പോഴേക്കും അനി പറഞ്ഞു, അല്ല മുത്തശ്ശൻ, ഞാന് വേണ്ട, നിർത്തിയാരെ എന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോ അനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അനി പെട്ടെന്നൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. കാരണം മുത്തശ്ശൻ ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ആദർശേണ്ട ഒരു തെറ്റുപറ്റി, പക്ഷെ അത് ആദർശേണ്ട തെറ്റുമല്ല. ആദർശനെ കൊടുക്കാനായിട്ട് മനഃപൂർവ്വം ജ്വല്ലറിക്കാര് ജ്യൂസിനകത്ത് മയക്കുമരുന്ന് ചേർത്ത് കൊടുത്താ. പക്ഷെ അത് മുത്തശ്ശനോട് എത്ര പറഞ്ഞിട്ടും മുത്തശ്ശന്റെ തലയിൽ കയറുന്നില്ല. താൻ ഇപ്പൊ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആദർശേണ്ട കഴിവുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഒരിക്കലും അത് തന്റെ കഴിവല്ല. അതുകൊണ്ട് തനിക്ക് ആ ക്രെഡിറ്റ് വേണ്ട എന്നൊരു ചിന്താഗതിയായിരുന്നു അനിയുടെ മനസ്സിൽ. പക്ഷെ മുത്തശ്ശൻ അത് സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായി. പിന്നീട് എലിസബത്ത് നയനയുടെ അടുത്തേക്ക് വരുവാണ്. നയനയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് നയന പറഞ്ഞു, എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും ഒരു മാറ്റമല്ലോ മുത്തശ്ശന്. കണ്ടില്ലേ, മുത്തശ്ശി എന്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഓടി വന്നു. പക്ഷെ മുത്തശ്ശന് എന്നോട് ഇപ്പോഴും ദേഷ്യം എലിസബത്ത് ആന്റി എന്ന് പറഞ്ഞു. കാരണം എലിസബത്തിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ, മുത്തശ്ശനാണോ ഇല്ലയോ എന്നൊക്കെ അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നയന ഇങ്ങനെ ട്രിക്ക് ഇറക്കണേ. അത് കേട്ട് കഴിഞ്ഞപ്പം എലിസബത്ത് പറഞ്ഞു, മൂർത്തി സാറിന് എന്താണെങ്കിലും അങ്ങനെ ദേഷ്യമൊന്നും കാണത്തില്ല മോളോട്. ഉള്ളിൽ സ്നേഹം തന്നെയായിരിക്കും. പിന്നെ സ്നേഹമുള്ള ആളാണോ ഇതുവരെയായിട്ട് എന്നെ ഒന്ന് കാണാൻ പോലും വരാത്തെ? ആദർശേണ്ണ ഒരു തെറ്റ് ചെയ്തു, പക്ഷെ അതിന്റെ പേരില് ആദർശേണ്ണെ ശിക്ഷിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്നോട് ദേഷ്യം കാണിക്കുന്ന എന്താ? ഞാൻ അവിടുന്ന് പോരുന്ന സമയത്ത് ഞാൻ മുത്തശ്ശനോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാ പോകുന്നത്. പക്ഷെ അന്ന് മുത്തശ്ശൻ തറഞ്ഞില്ല. ഇവിടെ വന്നതിന് ശേഷം എന്നോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ? മുത്തശ്ശൻ എന്താണെങ്കിലും എന്നോടും ഈ ആദർശനോടും എല്ലാവരുടെയും ദേഷ്യം എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. എലിസബത്ത് മാക്സിമം പറഞ്ഞു നോക്കി നയനയോട്. പക്ഷെ നയന സമ്മതിക്കാൻ കൂട്ടാക്കില്ല. നയനയ്ക്ക് മനസ്സിലായി എലിസബത്ത് ആന്റിനെ ഒരു പക്ഷെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട മുത്തശ്ശനായിരിക്കും. എലിസബത്ത് ആന്റിയുടെ സംസാരത്തിൽ നിന്ന് അത് മനസ്സിലാവുന്നുണ്ട്. ഓരോരോ കള്ളത്തരങ്ങളായിട്ട് ഇങ്ങനെ പുറത്തു വരട്ടെ എന്നൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു. കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നയനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ്. അത് മൂർത്തി മുത്തശ്ശന്റെ ആയിരുന്നു. മോളെ എനിക്കൊന്ന് കാണണം, നമ്മുടെ കുടുംബക്ഷേത്രത്തിലുള്ള കാവിലേക്ക് വരണം, എലിസബത്തിനെയും കൂട്ടിക്കൊണ്ട് പോരെ. ഇനിയിപ്പം തനിച്ചു പോകുന്ന സമയത്ത് വളരെ തളർക്കുണ്ടായാലോ എന്നൊക്കെ വിചാരിച്ച ആദർശനെ കൂട്ടണ്ട, ആദർശനോട് പറയുകയും വേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നയനയ്ക്കൊരു സന്തോഷം തോന്നി. കാരണം തന്നെ കാണാനായിട്ട് മുത്തശ്ശൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തൊക്കെയോ തന്നോട് പറയാനുമുണ്ട്. ഈ സമയം മുത്തശ്ശൻ എലിസബത്തിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിച്ച് സെറ്റ് ചെയ്യണം. അവൾ നയന മോളെയും കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ. ഈ സമയം നയന എലിസബത്തിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പത്തേനും എലിസബത്ത്, എന്താ മോളെ? അതെ, നമുക്ക് ക്ഷേത്രത്തിൽ വരുന്നു പോണം എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലേക്കോ? അതെന്താ? അതൊരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് നമ്മൾ പോകുന്നതിനെ കുറിച്ചോ പിന്നെ വേറെ ഒരു കാര്യങ്ങളും എലിസബത്ത് ആൻറ്റി ഇവിടെ വന്ന് പറയണ്ടെന്ന് പറഞ്ഞു. ശരി മോളെ എന്ന് പറഞ്ഞു. പിന്നീട് ആദർശനോട് എന്ന് കാര്യങ്ങൾ പറയാണ്. ഞാൻ എലിസബത്ത് ആന്റിയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിൽ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഞാനും കൂടെ വരാം. വേണ്ട, അത് സാരമില്ല, ഞങ്ങൾ രണ്ടുപേരും തനിച്ചു പോയിക്കൊള്ളാന്ന് പറഞ്ഞു. ആദർശന് കുറെ ജോലികളൊക്കെ ഉള്ളല്ലേ, ചെയ്തോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ വരുവാണ്. അങ്ങനെ മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേങ്കില് മുത്തശ്ശൻ എന്തിനാ വിളിപ്പിച്ചതെന്നും അറിയത്തില്ലോ. അങ്ങനെ മുത്തശ്ശൻ വന്നിട്ട് നയനോട് കാര്യങ്ങളൊക്കെ പറയണം. മോൾക്ക് വിഷമായോ?
എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നയന ചോദിച്ചു എന്താ മുത്തശ്ശാന്ന് ചോദിച്ചു. അല്ല എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിച്ചു. ദേഷ്യമോ? ഇല്ല, എനിക്ക് മുത്തശ്ശനോട് ദേഷ്യമില്ലെന്ന് പറഞ്ഞു. അല്ല ഞാൻ മോളോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുന്ന സമയത്ത്, അതും മോള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അപ്പൊ ആർക്കാണല്ലോ സ്വാഭാവികമായിട്ട് ദേഷ്യം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. നയന പറഞ്ഞു പുറമേ മുത്തശ്ശൻ ദേഷ്യം കാണിച്ചാലും മുത്തശ്ശൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ദേഷ്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ നയനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു അതെ സോറി കിട്ടുമെന്ന് പറഞ്ഞു. സോറിയോ? മുത്തശ്ശൻ എന്നോട് എന്തിനാ സോറി പറയണേന്ന് ചോദിച്ചു. അത് പിന്നെ അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മോളോട് ദേഷ്യമില്ല, മോളോടൊന്നല്ല ആദർശനോടും ദേഷ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് മുത്തശ്ശന് കാര്യങ്ങളൊക്കെ പറയണേ. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു എനിക്ക് സംശയം ഉണ്ടായിരുന്നു മുത്തശ്ശ, ഒരിക്കലും മുത്തശ്ശൻ ആദർശനെ വെറുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കാരണം മുത്തശ്ശൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കൊച്ചുമാനുള്ള ആദർശേണ്ണ. അപ്പൊ അതുകൊണ്ട് മുത്തശ്ശൻ ഒരിക്കലും ആദർശേണ്ണ വെറുക്കില്ലെന്നറിയാം. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പം വേറെന്തെങ്കിലും കാരണം കൊണ്ടാണെന്ന്. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ 3-ാം മാസ ചടങ്ങിനും മുത്തശ്ശൻ വന്നിട്ടുണ്ടായിരുന്നില്ല, മുത്തശ്ശി മാത്രമല്ലേ വന്നുള്ളൂ. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ആര് പറഞ്ഞു 3-ാം മാസ ചടങ്ങ് ഞാൻ കണ്ടില്ലെന്ന്? എങ്ങനെ കണ്ടു? അതൊക്കെ മോളുടെ മുത്തശ്ശി എനിക്ക് കാണിച്ചു തന്നായിരുന്നു, വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തന്നായിരുന്നു. ഓഹോ പമ്പടി കള്ളി, അതാ കാര്യം. അന്ന് മുത്തശ്ശി ഫോണും വിളിച്ചോണ്ട് വീഡിയോ കോൾ വിളിച്ചോണ്ട് നടക്കുന്ന കണ്ടായിരുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ അനിയന്റെ മോനെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു കാര്യം. മുത്തശ്ശൻ പറഞ്ഞു പോരാത്തിന് മോളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് കാണിച്ചായിരുന്നു പറഞ്ഞു. എല്ലാം ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരു ടെൻഷൻ ഇല്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു ഞങ്ങളെ മുത്തശ്ശിയെ കുറെ ചോദ്യം ചെയ്താ, പക്ഷെ മുത്തശ്ശി അപ്പൊ തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറി. അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടിയല്ലേന്ന് ചോദിച്ചു. അതെ, തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, കാരണം ആദർശ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അവൻ തലയെടുപ്പോട് കൂടിയിട്ട് വേണം തിരികെ വീട്ടിലേക്ക് എത്താനായിട്ട്. പിന്നെ MD സ്ഥാനം അത് അവനുള്ളത് തന്നെയാണ്, ആദർശനുള്ളത്. തൽക്കാലത്തേക്കാണ് അനി അവിടെ ഇരിക്കുന്നത്, അറിയാലോ. അല്ലെങ്കിലും എനിക്ക് പണ്ട് മുതൽ ഈ സ്ഥാനത്തോടൊന്നും അധികം താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു അനി എപ്പോഴും ഒന്ന് പറയും ആദർശേട്ടൻ വരണം, കമ്പനിയിലേക്ക് വരണം എന്നൊക്കെ. പക്ഷേങ്കിൽ ആദർശേട്ടൻ്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ശത്രുവിനെ കണ്ടെത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ മുത്തശ്ശാന്ന് പറഞ്ഞു. അതെ, അതങ്ങനെ തന്നെ വേണം. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ കൊച്ചുമോനിൽ അധികം വൈകാതെ അവൻ ആ സത്യങ്ങളൊക്കെ കണ്ടെത്തുമെന്ന്. എന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നീടാണ് മുത്തശ്ശൻ പറഞ്ഞ് എലിസബത്തിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട ഞാനാണ് എന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നാൽ എനിക്കൊരു ആത്മവിശ്വാസം തോന്നി, മുത്തശ്ശനും കൂടെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അതിനുശേഷം നയനോട് പറഞ്ഞു മോള് വേണം അവനെ താങ്ങും തള്ളുമായിട്ട് നിൽക്കാനായിട്ട്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ ശത്രുക്കളെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എനിക്ക് ആ കാര്യത്തിലൊരു ഉറച്ചു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നയന സന്തോഷത്തോടു കൂടിയിട്ടാണ് തിരികെ പോകുന്നത്. പിന്നീട് അന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ നന്ദുവിന് ടെൻഷനായി. കാരണം അനി വിളിച്ചിട്ടുണ്ട് വൈകുന്നേരത്തെ പാർട്ടിക്ക് വേണ്ടി, ചെന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും. പക്ഷേങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ മതിയാവുള്ളൂ. എന്ത് കള്ളത്തരം പറയണേന്ന് ഇങ്ങനെ ആലോചിച്ചു. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് തിരക്കുണ്ട്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് വരുവോളെന്ന് അമ്മയെ വിളിച്ച് പറയാം എന്നൊക്കെ കരുതിയിട്ട് കനകയെ വിളിക്കുകയാണ്. കനകയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേനും കനക ചോദിച്ചു എന്താ നന്ദു നീ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എവിടെ പോകാനായിട്ട്? ഞാൻ ഒരിടത്തും പോകുന്നില്ല. അതെ, കുറച്ച് ലേറ്റ് ആയിട്ടേ ഞാൻ വരത്തുള്ളൂ, അത് പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞ് നന്ദു കോള് കട്ട് ചെയ്തു. ഇനി എത്രയും പെട്ടെന്ന് അനിയുടെ അടുത്തേക്ക് ചെല്ലണം, അവന്റെ പാർട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് നവീന്റെ കോള് വരുന്നത്. നവീന്റെ കോള് വന്നു കഴിഞ്ഞപ്പോൾ നന്ദു ആലോചിച്ചു നവീൻ എന്നോട് പറയണോ പാർട്ടിയുടെ കാര്യത്തെക്കുറിച്ച്? പറഞ്ഞിട്ടുണ്ടെ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെടാതെ വന്നാലോ, ഇനിയിപ്പോൾ അവൻ തന്നോട് ചീത്ത പറയും. വേണ്ട, തൽക്കാലത്തേക്ക് പറയണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞില്ല. വീണ്ടും നവീൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നന്ദുവിന് ടെൻഷനായി. ഇനിയിപ്പം പറഞ്ഞില്ലേ നവീനേട്ടൻ എന്ത് വിചാരിക്കും? ഇനിയിപ്പോൾ അനി നവീനേട്ടനെ വിളിച്ചിട്ടുണ്ടോയെന്നും അറിയത്തില്ലോ. അങ്ങനെ ഒടുവിൽ നന്ദു കോൾ എടുത്തിട്ട് നവീനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതെ, അനി വിളിച്ചിട്ടുണ്ട്, ഒരു പാർട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവീന് സഹിച്ചില്ല. ഓഹോ, അവൻ വീണ്ടും നന്ദുവിനെ കയ്യിലെടുക്കാണ്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് പൊളിക്കണമല്ലോ എന്നൊക്കെ ഒരു ചിന്ത അവൻ മനസ്സിലേക്കും വരുന്നുണ്ട്. അങ്ങനെ ഇപ്പം അവനുള്ള സ്വന്തമാക്കേണ്ടെന്നൊരു ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.